അതൊക്കെ മുടങ്ങാതെ നടത്തുക. അതാണ് നിയമേന, നിശ്ചയിച്ചു വെച്ച കാര്യം. ആചാര്യതപസാമ്നായചപേന നിയമേന ഉത്സവേന, ഉത്സവം പോലുള്ള അനുഷ്ഠാനങ്ങൾ നടക്കുക. അന്നദാനേന, അന്നദാനമാണ് തൃശ്ശൂരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ആ തൃശ്ശൂരത്തെ ഉത്സവത്തിന് കൊടികയറിയുള്ള ഉത്സവത്തിനുള്ള മുന്നൊരുക്കം നടക്കുന്ന സമയമാണിന്ന്. അവിടെ ആചാര്യ തപസ്സ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, ആ സന്ദർഭത്തിൽ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തെയും മറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ അതുകൊണ്ട് കൈലാസം ദർശിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതമായ ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ ആദ്യത്തെ മഹാഭാരതമാണ്. ഇന്നത്തെ ആധ്യാത്മികമായ വിഷയവും മഹാഭാരതത്തെ കുറിച്ചാണ് പറയേണ്ടത്. മഹാഭാരതവും ഇതിഹാസങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കണം, ദിവസവും മഹാഭാരതം വായിക്കണം. ആ മഹാഭാരതം വായിച്ച് ജീവിതത്തിൽ ഹിതോപദേശം മഹാഭാരതം. ഈ ആഘോഷ കമ്മിറ്റി ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു നടരാജ വിഗ്രഹം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാൻ ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ സന്തോഷിന്റെ ഇന്നിപ്പോൾ ഞാനൊരു ഫോട്ടോ കണ്ടുള്ളൂ. പുറത്തെവിടെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരുപാട് കലാകാരന്മാർ നിറഞ്ഞ സ്ഥലം കൂടിയാണ് ഈ തളിപ്പറമ്പ്. ഈ ും